കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് വയോജനങ്ങൾക്ക് വേണ്ടി, അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ്. എനിക്ക് തോന്നുന്നത് ഇവിടെ നേരത്തെ തന്നെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ ഹോമിയോ എന്നുള്ളത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സാ രീതിയായി നമ്മൾ പലരും കാണുന്നത് കൊണ്ടായിരിക്കാം മുതിർന്ന പൗരന്മാർ കുറച്ച് വിമുഖത കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാരിവിടെ കുറഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അത് രോഗപ്രതിരോധമാണ്. ഈ രോഗപ്രതിരോധത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് തന്നെ നമ്മുടെ ഹോമിയോയാണ്. നമ്മൾ കണ്ടു, കോവിഡിന്റെ സമയത്ത് കണ്ടല്ലോ, ഹോമിയോയുടെ കിറ്റ് വന്നപ്പോൾ എത്ര പേർക്ക് അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ അത് നല്ല രീതിയിൽ ഫലപ്രദമാണെന്ന് നമ്മൾ കണ്ട ഒരു സമയമായിരുന്നു നമ്മുടെ കോവിഡിന്റെ സമയത്ത്. ഏതായാലും നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അങ്ങനെ പല അസുഖങ്ങളും. ഇവിടെ മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത് നമ്മുടെ 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മാത്രമല്ല, മറ്റ് നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ യുവാക്കളിൽ വരെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം കൂടി എന്ന് നമ്മൾ പറയുന്നില്ല, അപ്പോൾ നമ്മുടെ പക്ഷെ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ അതോടനുബന്ധിച്ച് നമുക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർക്കാർ നമ്മുടെ ആരോഗ്യ വകുപ്പ് നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുന്നിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോണി ബി.ജെ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ.വി. ബിജു മുഖ്യാതിഥിയായി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം.പി. ജയപ്രഭ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ വി.കെ. മാളവിക യോഗ പരിശീലനവും നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി. പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ.കെ. സുരേഷൻ, മെമ്പർമാരായ ഡി. ജിഷ, ബിന്ദു അരവിന്ദ്, എ. വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു.